സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റായ ശ്രീ സിബി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സിബി, നിങ്ങളുടെ യൂണിയന്റെയും നിർദ്ദേശം ഇത് തന്നെയാണോ? ഈ പേര് വിവരങ്ങൾ പുറത്തുവിടണം. പക്ഷേ മന്ത്രി ഇപ്പോഴും പറയുന്നത് എന്താണ്? പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല. എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം സർവീസ് സംഘടനകൾ ഉന്നയിക്കുന്നത് എന്നാണ്. ശ്രീ മഞ്ജുഷ്, ഇപ്പോൾ ശ്രീജിത് പണിക്കർ അതിന്റെ ഒരു ഉദാഹരണം കൃത്യമായി പറയുകയുണ്ടായി. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ്. അതിന് മുൻപേ അത് കിട്ടുക എന്ന് പറയുന്നത് വിധവാ പെൻഷനോ വികലാംഗ പെൻഷനോ ആണ് അത് കിട്ടുക എന്നുള്ളത്. 60 വയസ്സിന് മുകളിൽ ആളുകൾക്ക് ലഭ്യമാകുന്ന പെൻഷൻ അത് രണ്ടുമാണ്. അത് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ ഈ വിധവാ പെൻഷനോ അല്ലെങ്കിൽ വികലാംഗ പെൻഷനോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിനുശേഷം ആ പെൻഷൻ കിട്ടിയതിന് ശേഷം അദ്ദേഹം സർവീസിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർക്ക് വന്നതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുനഃപരിശോധന ഇല്ലാത്ത ഘട്ടത്തിൽ അവർ സർവീസിൽ വന്നതിന് ശേഷം അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഈ പെൻഷൻ വാങ്ങിക്കുന്നതാകാം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഏറ്റവും കൂടുതൽ അതിനകത്ത് ജീവനക്കാരുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പാണ്. ഏറ്റവും കൂടുതൽ ആളുകളുടെ തസ്തികകൾ പറഞ്ഞിട്ടുള്ളത് കുക്ക്, പാർട്ട് ടൈം സ്വീപ്പർ, അതുപോലെ അറ്റൻഡർ, സാനിറ്ററി അറ്റൻഡർ, ഇങ്ങനെയുള്ള തസ്തികകളുള്ള ആളുകളുടെ പേരാണ് ഈ ലിസ്റ്റിനകത്ത് തന്നെ വന്നിട്ടുള്ളത്. ഇവരിൽ പലരും PSC നിയമനം കിട്ടി സർവീസിലേക്ക് കടന്നു വരുന്നവരല്ല. പാർട്ട് ടൈം സ്വീപ്പർമാരുടെ നിയമനം എങ്ങനെയാണ്? അത് ആ സ്ഥാപനങ്ങൾ മേലധികാരികളാണ് നടത്തുന്നത്. ഇങ്ങനെ കടന്നു വരുന്ന ആളുകളിൽ പലർക്കും ചിലപ്പോൾ ഈ സർവീസ് വിഷയങ്ങളെ കുറിച്ച് ധാരണ തന്നെ ഉണ്ടാകണം എന്നില്ല. 2 പെൻഷൻ വാങ്ങിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പോലും ധാരണ ഉണ്ടാകണമെന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭ്യമാകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കൊള്ളയടിക്കുന്നു. പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥർ കേരളത്തിലെ സാധാരണക്കാരനായ ആളുകളുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊപ്പഗൻഡ സൃഷ്ടിച്ചു വെക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ജനങ്ങളെ കാർന്നു തിന്നുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ ഇരുട്ടിൽ നിർത്തുകയാണ്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കേരളത്തിലെ മുഴുവൻ സർവീസ് സംഘടനകളും ആവശ്യപ്പെട്ടു, ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ. ആരൊക്കെയാണ് ഇങ്ങനെ സർക്കാരിനെ വഞ്ചിച്ച് പണം കൈക്കലാക്കിയത് ആരൊക്കെയാണെങ്കിലും അവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തൂ, ഡിപ്പാർട്ട്മെന്റുകൾ പ്രസിദ്ധപ്പെടുത്തൂ. അവരെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് അവർക്കെതിരെ എടുക്കാൻ പറ്റുന്ന എല്ലാ നടപടികളും ഗവൺമെന്റ് കൈക്കൊള്ളൂ. ഒരു സർവീസ് സംഘടനയും ഈ വിഷയത്തിൽ ഇത്തരം പണം കൈക്കലാക്കി ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഉൾപ്പെടെ ഈ കേരളത്തിന്റെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ ജീവനക്കാർ ഈ സാധാരണക്കാരന്റെ പെൻഷൻ കവർന്നെടുക്കുന്നവരാണ്, ഇവർ കൊള്ളക്കാരാണ്, ഇവരെ സമൂഹത്തില് സാധാരണക്കാരന് ദോഷം ചെയ്യുന്നവരാണെന്നൊരു പ്രൊപ്പഗൻഡ ക്രിയേറ്റ് ചെയ്യുക. അതിനെതിരെ തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ ജീവനക്കാർ ആരെങ്കിലും, ഏതെങ്കിലും ഒരു ജീവനക്കാരൻ അറിഞ്ഞോ അറിയാതെയോ ഈ പെൻഷൻ കൈക്കലാക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുകയും അവർക്കെതിരെ അതിശക്തമായ നടപടി കൈക്കൊള്ളുന്നതിനും എന്റെ സംഘടന ഉൾപ്പെടെ എല്ലാ സംഘടനകളും അനുകൂലമാണ്. ഗവൺമെന്റ് അത് സംബന്ധിച്ച ഞങ്ങൾ പൂർണ്ണമായി ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തണം. ഗവൺമെന്റ് ഇപ്പോഴും അതിന് തയ്യാറായിട്ടില്ല. പക്ഷേ ശ്രീ സിബി മുഹമ്മദ്, അതിന് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് എന്താണ്? സർവീസ് സംഘടനകൾക്ക് ഇക്കാര്യം അറിയാമല്ലോ, പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന രീതിയിലാണ് മന്ത്രി ഇന്നും സംസാരിച്ചത്. അതിൽ ഇപ്പോൾ താങ്കൾ തന്നെ പറയുകയുണ്ടായി, കൂടുതലും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്, അവർക്ക് ഈ സർവീസ് ചട്ടങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കുന്നവർ ആയിരിക്കില്ല. അത് നമ്മുടെ ഒരു ഊഹമാണ്. കൂടുതലും ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ് കൂടുതൽ പേരും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഉയർന്ന തസ്തികകളിലുള്ളവരും ആ പട്ടികയിലുണ്ട്. അതിൽ അവരുടെ ഗ്രേഡ് മാത്രമാണല്ലോ, അവരുടെ ജോലി മാത്രമാണ് എഴുതിയിട്ടുള്ളത്, അവരുടെ ഡെസിഗ്നേഷൻ എഴുതിയിട്ടുള്ളത്, അവരുടെ പേര് എഴുതിയിട്ടില്ല ആ പട്ടികയിൽ. അതുകൊണ്ടാണല്ലോ പേര് വിവരം പുറത്തുവിടണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അറിയാതെ ഈ പട്ടികയിൽ കടന്നുകൂടിയവർ, അങ്ങനെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ, അവരെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കേണ്ട എന്ന സതുദ്ദേശമായിരിക്കില്ലേ മന്ത്രിക്കുള്ളത്, സർക്കാരിനുള്ളത്? അതെങ്ങനെയാണ് ശരിയാ? ഒരു വെള്ളക്കാർഡ് ഉള്ള ഒരു ആൾക്ക് റേഷൻ കിട്ടാത്ത സ്ഥലമാണ് കേരളം. പക്ഷെ BMW ഉള്ളവർ ഇവിടെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരന് ഒരിക്കലും ക്ഷേമ പെൻഷൻ അർഹത അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള അർഹത കേരളത്തിൽ BMW ഉള്ളയാൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിനെ അല്ല ഞാൻ പറഞ്ഞത്, സർക്കാർ ജീവനക്കാരുടെ കാര്യമാണ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, അവർക്ക് ഈ സർവീസ് ചട്ടങ്ങൾ അറിയാത്ത ആളുകൾ, അത് താങ്കൾ തന്നെ പറഞ്ഞ കാര്യവുമാണ്. പക്ഷേ അല്ലല്ല, ഈ BMW ഉള്ളവരും അതുപോലെ തന്നെ ആഡംബര വീടുകളുള്ളവരും അത് വേറെയാണ്. അത് കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് വന്ന വാർത്തയാണ്. അത് സംസ്ഥാന വ്യാപകമായി ഉണ്ടെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും പരിശോധന നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായ വിഷയമാണ്. അത് സർക്കാർ ജീവനക്കാരുടെ സഹായത്തോടു കൂടി, അതാണ് ഈ വെരിഫയിങ് ഓഫീസർമാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും സഹായത്തോടു കൂടി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സമ്പന്നർ,
അത് അതീവ ഗുരുതരമാണ്. ഇതിനേക്കാൾ ഗുരുതരമായിട്ട് കാര്യങ്ങൾ മാറും. ഈ 1458 ഒതുങ്ങുകയില്ല. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. ഈ സർക്കാർ ഇപ്പോൾ പുറത്ത് വിടാതിരിക്കുന്ന പട്ടിക എന്ന് പറയുന്നത് ഇതാണല്ലോ, ഈ 1458 പേരുടെ. പക്ഷേ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച രീതി എന്താണ്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, ഉന്നത പദവികൾ വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ സാധാരണക്കാരന് ലഭിക്കേണ്ട സാമൂഹ്യ പെൻഷൻ കവർന്നെടുക്കുന്നു എന്ന് തന്നെയാണ്. മഞ്ജുഷ് കാര്യം ഓർക്കൂ, 2 വർഷം മുൻപ് മാതൃഭൂമി പത്രം ഇതേ സെയിം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അന്ന് അവർ പറഞ്ഞത് 2346 ജീവനക്കാർ അനർഹമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നാണ്. 2 വർഷം മുൻപ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി കൈക്കൊണ്ടു? എത്ര പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തു? സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ ചെയ്തത്? ഇത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ജീവനക്കാരെ ബോധ്യപ്പെടുത്തണ്ടേ? 2 വർഷം മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു, സർക്കാർ അത് പരിശോധിച്ചു, ഇത്ര ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ ഇത്ര ആളുകൾ അത് അനാവശ്യമായിട്ട് കൈകടത്തി അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയില്ല? അത് ശ്രീജിത്ത് പണിക്കർ അതൊക്കെ പറഞ്ഞു. CAG റിപ്പോർട്ടിനകത്ത് 2022 കൊടുത്തതിനകത്ത് 39 കോടിയോളം രൂപ അധികമായി അനർഹർ കയറിപ്പറ്റിയിട്ടുണ്ടെന്നൊക്കെ CAG റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് പറയുന്നു. 17 മുതൽ 2021 വരെ ഏതാണ്ട് 39 കോടി രൂപ എങ്ങനെ അനർഹർ കൈപ്പറ്റിയതായി CAG റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതിനെതിരെ സർക്കാർ ഇതുവരെ എന്ത് നടപടിയെടുത്തു? ശരിയാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ, അത് ന്യായമായ കാര്യമാണ്.